വഴി. ES ഡൗസൺ ഫോറസ്റ്റ് എഞ്ചിനീയറാണ്. ഒരു 1938 അത്ര ഇത് സ്ഥാപിച്ചത്. അപ്പോൾ ഇവിടെ കാണുന്നത് ഇതാണ് മൂപ്പരുടെ സ്മാരകം. ഇവിടെ കുറച്ച് എഴുത്തൊക്കെ ഉണ്ടായിരുന്നു, മൂപ്പരെ കുറിച്ചുള്ള കുറച്ച് എഴുത്തുണ്ടായിരുന്നു. നോക്കിയിട്ട് കാണുന്നില്ല, പിന്നിലാണോ അറിയില്ല. മൂപ്പരെ ശവക്കുടിയിലാണ് ഈ കാണുന്നത്. ഇവിടെ കല്ലറയാണിത്. 1938 മൂപ്പരയുടെ പറഞ്ഞല്ലോ മുങ്ങി മരിച്ചത്. നമ്മൾ നേരത്തെ കാണിച്ച ആ പുഴയിൽ മുങ്ങി മരിക്കുകയായിരുന്നു മൂപ്പരുണ്ടായിരുന്നത് ചെയ്തത്. കുളിക്കാൻ ഇറങ്ങിയപ്പോൾ മുങ്ങി മരിക്കുകയാണ് അത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നെടുങ്കായം ഫോറസ്റ്റ് ഏരിയയിലോടുള്ള വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടൈം ഏകദേശം 3 മണി ആയിട്ടുണ്ട്. കാരണം 4 മണി വരെയാണ് ഇവിടെ ഇതിനുള്ളിലേക്കുള്ള പ്രവേശനാനുമതി ഉള്ളത്. അപ്പോൾ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടും അനിമൽസിന് അസൗകര്യം നേരിടുന്നതിനാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഈ ബാക്ക് കാണുന്ന ഈ മനോഹരമായ ദൃശ്യങ്ങൾ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ്. അപ്പോൾ ലൊക്കേഷൻ നിങ്ങൾ മറക്കണ്ട. നിലമ്പൂരിൽ നിന്ന് 14 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയാൽ നെടുങ്കായം ഫോറസ്റ്റ് ഏരിയയിലേക്ക് നിങ്ങൾക്ക് എത്തും. അപ്പോൾ ഇവിടെ ഈ ഫോറസ്റ്റ് ഗാർഡുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ ഇവിടെ മലിനമാക്കരുത്. ഫോറസ്റ്റ് ഗാർഡ് ഇല്ലെങ്കിൽ തന്നെയും ഇവിടെ മലിനമാക്കാൻ പാടില്ല. കാരണം ഈ ഇതൊക്കെ നല്ലൊരു സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മലിനമാക്കാൻ തോന്നുന്നത് എന്നാൽ നിങ്ങൾക്ക് തലക്കെന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ്. കാരണം അത്രയ്ക്ക് നല്ല മനോഹരമായ ഒരു ഏരിയയാണ്. തെളിഞ്ഞ വെള്ളമുണ്ട്, നല്ല അത്യാവശ്യം നല്ല തെളിഞ്ഞ വെള്ളമാണ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഉരുളങ്കല്ലായിരുന്നു ഇവിടെ തീരത്തൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ആ പ്രളയത്തിന്റെ എഫക്റ്റാണെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഉരുളങ്കല്ലൊന്നും കാണുന്നില്ല, കുറച്ചേ കാണുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. പിന്നെ എൻ്റെ ബാക്കിൽ കാണുന്ന ഏരിയ എന്നാണ് ഞാൻ പറഞ്ഞ ആ സായിപ്പ് ഉണ്ടല്ലോ, ഡൗസൺ സായിപ്പ് മുങ്ങി മരിച്ച ഏരിയയാണ് ഞാൻ ഇതായി കാണിക്കുന്നത്. ഇവിടെയാണ് അദ്ദേഹം മുങ്ങി മരിച്ചത്. കുളിക്കാൻ ഇറങ്ങുമ്പോഴായിരുന്നു ആ ദാരുണമായ അന്ത്യം സംഭവിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. 3 മണി ഏകദേശം 3 മണിയായിട്ട് ആയിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സന്ദർശിക്കേണ്ട ഒരു ഏരിയയിൽ അല്ലെങ്കിൽ സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ നെടുങ്കായം ഫോറസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വന്ന ടൈമിൽ കുറച്ച് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴ നല്ല പെയ്ത്. അപ്പോൾ നമ്മൾ ഒരു പാലത്തിന് ഇവിടെ നല്ല പാലത്തിനടിയിലാണ് കയറുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ നെടുങ്കായത്തിൽ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നെടുങ്കായം ഫോറസ്റ്റ് ടൈം അവിടെ വിസിറ്റേഴ്സിനുള്ള ടൈം ഏകദേശം കഴിയാനായിട്ടുണ്ട്. 3 മണി ആയിട്ടുണ്ട്. 4 മണി വരെയാണ് ഞാൻ പറഞ്ഞല്ലോ. 4 മണി വരെയാണ് ഇവിടേക്കുള്ള പ്രവേശനാനുമതി ഉള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുളി നമുക്ക് കുളിക്കാൻ പറ്റുമോ ചോദിച്ചാൽ കുളിക്കാൻ പറ്റും. പക്ഷേ എന്താ വെച്ചാൽ സ്വന്തം റിസ്കിലായിരിക്കണം. നമ്മൾ പുഴയിൽ നീന്തിയാണ് കടലിൽ നീന്താൻ പറ്റില്ല എന്നൊരു ചൊല്ലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പുഴ എന്ന് പറഞ്ഞത് കല്ലും ധാരാളം കരിങ്കല്ലൊക്കെ ഉള്ള ഒരു പാറക്കെട്ടുകളൊക്കെ ഉള്ള ഏരിയയാണ്. നമ്മൾ സാധാരണ കുളിക്കുന്ന പുഴ പോലെയല്ല. എന്തെന്ന് വെച്ചാൽ ഇവിടെ ധാരാളം അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. സൈലൻ്റ് ആയിട്ടുള്ള ധാരാളം അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു ഏരിയയാണ് നെടുങ്കായം ഫോറസ്റ്റ് വനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ ജീവികളെ അല്ലെങ്കിൽ അനിമൽസിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ എടുക്കരുത്. അത് തക്കതായ ശിക്ഷ തന്നെ ഇവിടുത്തെ നാട്ടുകാരിൽ നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പോലീസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ അധികം അങ്ങനത്തെ കോപ്രായങ്ങൾ കാണിക്കാൻ നിൽക്കരുത്. വരിക, കാണുക, പോവുക, അത്രമാത്രം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ആനപ്പന്തിയൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് ഞാൻ പണ്ട് വന്ന ടൈമിൽ അങ്ങോട്ടൊക്കെ പോകാൻ സമ്മതിച്ചിരുന്നു. പക്ഷെ ഇപ്പം നാട്ടുകാർ പോകണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളത് ലംഘിക്കുന്നില്ല. കാരണം അത് അവർ പോകണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പോയിട്ട് വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അത് പറയാനാണ് വന്നത്. ധാരാളം വിസിറ്റേഴ്സ് ഈ ടൈമിൽ വരുന്നുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന ആ സായിപ്പിൻ്റെ ആ ഭാഗത്തേക്ക് ധാരാളം വിസിറ്റേഴ്സ് പോകുന്നുണ്ട്. പാലത്തിനും കുറേ ആൾക്കാർ ഇങ്ങനെ സ്റ്റേ ചെയ്ത് നിൽക്കുന്നുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന കുറേ കെട്ടിടങ്ങൾ ഇതൊക്കെ ഈ ആദിവാസി വിഭാഗത്തിൻ്റെ ഊരുകളാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. സോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഓക്കെ.